ദേവാനാം ച ഹൃഷീനാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. അഹം പ്രണമാമി, ഞാൻ നമസ്കരിക്കുന്നു ആ ഗുരുവിനെ. ബുദ്ധിഭൂതം, ബുദ്ധിക്ക് കാരണഭൂതനായ, ത്രിലോകേശം, മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനായ ആ സാക്ഷാൽ ബൃഹസ്പതിയെ, ദേവ ആചാര്യനായ വ്യാഴത്തിനെ ഞാൻ നമസ്കരിക്കുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ഒരു വർഷമായി മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. വളരെയധികം പ്രതീക്ഷാ നിർഭരമായ ഒരു മാറ്റമായിരിക്കും ഈ ഒരു വർഷക്കാലം വ്യാഴത്തിൻ്റെ. കാരണം എന്താണ്? വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രത്തിൽ നിന്നും തന്നെ പരമോച്ചമായ കർക്കിടകൻ രാശിയിലേക്ക് വരികയാണ്. അത് വളരെയധികം മാറ്റങ്ങൾ ലോകത്തിന് തന്നെ ഉണ്ടാകും. കാരണം വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ്. വ്യാഴം അതിനാൽ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ എപ്പോഴും പൂർണ്ണതയിലെത്തിക്കുവാനും അല്ലെങ്കിൽ നശിപ്പിക്കുവാനും അതിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കാനും വ്യാഴത്തിന് കഴിയും. ആ ഒരു ക്ലേശങ്ങളൊക്കെ കഴിഞ്ഞ് തൻ്റെ ഉച്ചരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ ഈ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥിതി ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ തന്നെ ഉണ്ടാകും, ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം കർക്കിടകമാണ്. കർക്കിടകം 5 വ്യാഴത്തിന് അത്യുച്ചവും മകരം 5 അതിനീചവുമാകുന്നു. ഇവിടെ കർക്കിടകം ഒരു പ്രത്യേകത, കർക്കിടകം ഒരു ജലരാശിയാണ്. ജലാശയ നിർമ്മാണശീല, വെള്ളവുമായിട്ട് ബന്ധപ്പെടുന്ന, ജലവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഓയിൽ, തൈലം ഇതുമായി ബന്ധപ്പെടുന്ന ദ്രാവക രൂപത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഗമനാഗമം, യാത്ര, സഞ്ചാരം, അതിൻ്റെ ക്രയവിക്രയം ഇതൊക്കെ കർക്കിടക രാശി കൊണ്ടാണ് ചിന്തിക്കുക. അതിനാൽ ലോകത്തിലുള്ള ഇന്നത്തെ ഈ ഇന്ധന പ്രതിസന്ധി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പ്രയാസങ്ങളെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ ഈ ഉച്ചസ്ഥിതിയിൽ വരുമ്പോൾ ഒരു സംയമനത്തിലൂടെ മാറി നല്ല ഒരു പദത്തിലേക്ക് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർവേശ്വരാണം ധിഷണേസ്തി നിത്യം സാന്നിധ്യം അസ്മാത് ധിഷണേനുകൂലേ പ്രായോനുകൂല സകലാസ്യ ദേവാഹ തത് പ്രാതികൂല്യ സതി നാനുകൂലാഹ. വ്യാഴം വിശ്വസ്തനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ആ വ്യക്തിക്ക് ലഭിക്കും. അനിഷ്ടസ്ഥനാണെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുകയില്ല. അത്രത്തോളം ശക്തമാണ് വ്യാഴം. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാൽ പോലും അവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ആ കുട്ടി ദീർഘായുസായിട്ട് ജീവിതത്തിലേക്ക് വരുമെന്ന് പറയുന്നു. ദൃഷ്ടേ അമരരാജമന്ത്രിണ ദീർഘായുഹു സുഖഭാഗ്യ സസ്മൃത. അമരരാജമന്ത്രിണ, ദേവന്മാരുടെ മന്ത്രിയായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അത്രത്തോളം വ്യാഴത്തിൻ്റെ പ്രാധാന്യം ജ്യോതിശാസ്ത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നു. ധീജിത് പുത്ര അംഗസൗഖ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങളാണ്. ധീ ബുദ്ധി, ചിത്ത് മനസ്സ്, പുത്ര അംഗസൗഖ്യങ്ങൾ, സന്താന ശ്രേയസ്, ശാരീരികമായ സുഖങ്ങളെല്ലാം തന്നെ. അതിനുമപ്പുറത്ത് ഞാൻ പറഞ്ഞു വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്. സമ്പത്തിനെ നിയന്ത്രിക്കുന്നു വ്യാഴം. അതിനാൽ സാമ്പത്തിക രംഗത്ത് ഈ കർക്കിടക മാസത്തിൽ വ്യാഴം വരുന്ന സമയം മുതൽ വരുന്ന ഒരു വർഷക്കാലം വളരെ അനുകൂലമായിരിക്കും. വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത് ഒരു വർഷമാണ്. ഒരു വർഷം പൂർണ്ണമായും വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നു. ഏറ്റവും അധികം നിൽക്കുന്നത് ശനിയാണ് 2.5 വർഷം, പിന്നെ രാഹു കേതുക്കൾ 1.5 വർഷം, പിന്നെ വ്യാഴം 1 വർഷം പൂർണ്ണമായും. എപ്പോഴാണ് വ്യാഴം കർക്കിടക രാശിയിൽ പ്രവേശിക്കുന്നത്? എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. വ്യാഴം 1201 ഇടവമാസം 18-ാം തീയതി, അതായത് 2026 ജൂൺ മാസം 2-ാം തീയതിയാണ് കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുന്നത്. അവിടുന്ന് ഒരു വർഷക്കാലം. അതിനിടയിൽ വ്യാഴത്തിന് ആദിത്യനോട് വളരെ അടുക്കുമ്പോൾ മൗഢ്യമുണ്ടാകാം. അപ്രകാരം തന്നെ വ്യാഴം വക്രിയായിട്ട് സഞ്ചരിക്കാം, അതിചാരത്തിൽ സഞ്ചരിക്കാം. എങ്കിലും ഈ ഒരു വർഷക്കാലം ലോകം സുരക്ഷിതമായിരിക്കും. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമായി വരിക? മേടം രാശിക്കാർക്ക് മിശ്രഫലത്തെ പ്രദാനം ചെയ്യും. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം അത്ര ശുഭമല്ല, 3-ാം ഭാവത്തിലാണ്. അത് അഷ്ടമാധിപത്യ ദോഷവുമുണ്ട്. ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. മിഥുന രാശിക്കാർക്ക് വ്യാഴം അങ്ങേയറ്റം അതിശക്തമായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. കർക്കിടകൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ഭാഗ്യാധിപനാണ്. സമ്മിശ്ര ഫലം ഉണ്ടാകാം. പലപ്പോഴും ജന്മവ്യാഴം അത്ര ഗുണമല്ല. എങ്കിലും കഴിഞ്ഞ ഒരു വർഷം വ്യാഴം 12-ാം ഭാവത്തിലായിരുന്നു, വളരെ ദുർബലമായിരുന്നു. പലപ്പോഴും ജന്മവ്യാഴത്തിൽ അതിനേക്കാളും കുറച്ച് നന്മകളൊക്കെ ആകാം. അത് വിശദമായി ഓരോ രാശിക്കാരുടെ ഫലം നാം ചർച്ച ചെയ്യുന്നതാണ്. ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ദുർബലമാണ്, 12-ലാണ്. കന്നി രാശിക്കാർക്ക് വ്യാഴം ഏറ്റവും നല്ലതാണ്, 11-ലാണ്.
തുലാം രാശിക്കാർക്കും വ്യാഴം 10ാം ഭാവത്തിൽ നിൽക്കുന്നു, നല്ലതാണ്. മാനസിക പ്രയാസങ്ങളില്ലാതെ ശ്രദ്ധിക്കണമെന്ന് മാത്രം. വൃശ്ചികൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാണ്. ധനുരാശിക്കാർക്ക് വ്യാഴം ദുർബലമായി 8ാം ഭാവത്തിൽ നിൽക്കുന്നു, അത്ര ഗുണമല്ല. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കുംഭൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അത്ര ഗുണമല്ല, 6ാം ഭാവത്തിലാണ്. മീനൻ രാശിക്കാർക്കും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും, 5ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ പ്രത്യേകിച്ച് ഈ 12 രാശിക്കാരിലും മിഥുനൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. കന്നി രാശിക്കാർക്ക് വളരെ ഗുണമാണ്. തുലാം രാശിക്കാർക്കും ഗുണമാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മകരൻ രാശിക്കാർക്ക് വളരെ ഗുണമാണ്. മീനൻ രാശിക്കാർക്കും വളരെ ഗുണമാണ്. ഇനി നമുക്ക് സവിസ്തരം ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ, ഈ വ്യാഴത്തിൻ്റെ മാറ്റം എപ്രകാരം പരിവർത്തനത്തെ പ്രദാനം ചെയ്യുന്നെന്ന് ചർച്ച ചെയ്യാം. ഏവർക്കും ഡോക്ടർ മാരാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മേടൻ രാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. ഉച്ചസ്ഥനായി 4ാം ഭാവത്തിൽ നിൽക്കുന്നു. 4ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞ ഫലം സുഖി എന്നാണ്. സുഖമസ്യ അസ്ഥിതി സുഖി. ശുക്രൻ 4ൽ വന്നാലും സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വ്യാഴം ആത്മീയമായ സുഖത്തെയും ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യും. സ്വതവേ കർക്കിടകൻ രാശിയുടെ സ്വഭാവം തന്നെ ദൈവജ്ഞ, ദൈവം ജാനാതി ഇതി ദൈവജ്ഞ, ദൈവവുമായി ബന്ധപ്പെടുന്ന, ഭാഗ്യവുമായി ബന്ധപ്പെടുന്ന, ദൈവികവുമായി ബന്ധപ്പെടുന്ന രാശിയാണ് കർക്കിടക രാശി. അതിനാൽ വ്യാഴം ആത്മീയമായ വിഷയങ്ങൾക്ക് വളരെയധികം ഉണർവും ഉന്മേഷവും പ്രദാനം ചെയ്യും മേടം രാശിക്കാർക്ക്. ഇവിടെ മനസ്സിലാക്കണം, 2 ഭാവങ്ങളുടെ അധിപനാണ് വ്യാഴം. ഒന്ന് അവരുടെ ഭാഗ്യാധിപനാണ്. ഭാഗ്യാധിപനായ വ്യാഴം 4ാം ഭാവത്തിൽ നിൽക്കുന്നു. അതിനാൽ 9ാം ഭാവവുമായി ബന്ധപ്പെടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും വരും. പൈതൃകമായ ഭൂമി, സ്വത്ത് ലഭിക്കുക, പിതാവിൻ്റെ സമ്പത്ത് ലഭിക്കുക, പലപ്പോഴും അച്ഛൻ മരിച്ച മക്കൾക്ക് പിതാവിൻ്റെ ജോലി കിട്ടാൻ അനുകൂലമായ സമയം വരും. കാരണം എന്താണ്? മേടൻ രാശിക്കാർക്ക് വ്യാഴം 4ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നത് 10ാം ഭാവത്തിലേക്കാണ്, അവരുടെ കർമ്മഭാവത്തിലാണ്. അപ്രകാരം തന്നെ പൈതൃകമായ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുക. അച്ഛൻ്റെ സ്വത്ത് ഏറ്റെടുക്കുക, അച്ഛൻ ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുക, അച്ഛൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള എല്ലാ വിഷയങ്ങളിലേക്കും വ്യാപരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ മേടൻ രാശിക്കാർക്ക് വ്യാഴം വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യും. അധികം മാനസിക സംഘർഷങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് മാത്രം. ഇവിടെ 12ാം ഭാവാധിപത്യവും വ്യാഴമുണ്ട്. 12ാം ഭാവം വൈകല്യമാണ്. വികലതകൾ ശാരീരികമായി ശ്രദ്ധിക്കണം. വളരെയധികം ശരീരത്തിന് നെഞ്ചത്ത് കഫം വന്നിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾക്ക് ഫിറ്റ്സ് വരാം, വെള്ളത്തിലൂടെ അപകടങ്ങൾ വരാം. അപ്രകാരമുള്ള ധാരാളം ക്ലേശങ്ങൾ, ശാരീരികമായ അരിഷ്ടതകളൊക്കെ പ്രദാനം ചെയ്യാം. ഇവിടെ വ്യാഴം ഇത്ര ആത്മീയമായ വിഷയത്തെ പ്രദാനം ചെയ്യുമ്പോൾ ഈ ഒരു വർഷം പിതൃക്കളെ സന്തോഷിപ്പിക്കേണ്ട ഡ്യൂട്ടി മേടൻ രാശിക്കാർക്കുണ്ട്. മനസ്സിൻ്റെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കണം. 4ൽ വ്യാഴം വരുമ്പോൾ ഗൃഹദ്വാരിത ശ്രൂയതയെ വാചികേഷ ദ്വിജോച്ചാരിതോ വേദഘോഷോപി തദ്വൽ. ബ്രാഹ്മണന്മാരുടെ ഉച്ചാരണങ്ങളും വേദഘോഷങ്ങളും വേദഘോഷത്താലും മുഖരിതമാകും തൻ്റെ വീടിന് ചുറ്റുമെന്നാണ്. പലപ്പോഴും വാടക വീടൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ പുത്തൻ വീടെടുക്കുന്നവർക്കൊക്കെ തന്നെ ദേവാലയത്തിൻ്റെ സാമീപ്യം പലപ്പോഴും വളരെയധികം ഗുണം ചെയ്തിരിക്കും 4ൽ വ്യാഴം വരുമ്പോൾ. അതിനാൽ പല മേടൻ രാശിക്കാർക്കും ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിലോ അല്ല പുത്തൻ വീടെടുക്കുമ്പോഴോ അവിടെ പുതിയ മന്ദിരങ്ങൾ, അവരുടെ ലാൻഡ്മാർക്ക് പറയാൻ ക്ഷേത്രങ്ങളുടെ സാമീപ്യം വളരെയധികം ഗുണപ്രദമാകുന്ന വർഷമാണിത്. പ്രതിസ്പർദ്ധിന കുറുവതേ പാരിചാര്യം. ശത്രുക്കൾ തൻ്റെ പരിചാരകരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ പല വിഷയങ്ങളിലും എന്തു ചെയ്യും? തൻ്റെ ഓപ്പോസിറ്റുള്ളവർ, പ്രതിപക്ഷത്തുള്ളവർ തനിക്ക് ഫേവർ ചെയ്യുന്നൊരവസ്ഥ വരും. അത് കർമ്മമേഖലയിൽ തന്നോട് ഇടഞ്ഞു നിൽക്കുന്നവരായാൽ തന്നെ. പലപ്പോഴും വിദ്യാലയത്തിലൊക്കെ എച്ച്.എമ്മുമായി ഹെഡ് മാസ്റ്ററുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന മറ്റ് അധ്യാപകരൊക്കെ തന്നെ മേടൻ രാശിക്കാരായ എച്ച്.എമ്മിനോട് ഈ വർഷം വളരെയധികം നല്ലൊരു സമീപനം അധ്യയന വർഷം മുതൽ പുലർത്തും. അദ്ദേഹവും ടാക്ട്ഫുള്ളായിട്ട് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നീങ്ങാൻ കഴിയുന്നതാണ്. ചതുർത്ഥേ ഗുരു തത്തം അന്തർമനസ്സ. 4ൽ വ്യാഴം നിൽക്കുമ്പോൾ അന്തർമനഃ, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, തത്തഹ ദുഃഖിതനാവും. ശാരീരികമായ വിഷയം ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ തീർത്ഥാടനം വളരെ നല്ലതാണ്. മാനസികമായിട്ട് ദൈവികമായ വിഷയങ്ങളോട് കൂടുതൽ അറ്റാച്ച് അടുത്ത് നിൽക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം, സ്വസ്ഥത വളരെയധികം മേടൻ രാശിക്കാർക്ക് വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ഇവിടെ നിർബന്ധമായും കർമ്മസ്ഥാനത്തേക്ക് വ്യാഴദൃഷ്ടിയുള്ളതിനാൽ നിർബന്ധമായും വ്യാഴാഴ്ചകളിൽ തുളസിമാല,
അപ്രകാരം ജന്മനക്ഷത്രം വരുന്നവർ മേടൻ രാശിക്കാർ തുളസിമാല പാൽപ്പായസം സുദർശന പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യുക, നന്നായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അങ്ങനെ വ്യാഴത്തെ നന്നാക്കി എടുത്താൽ ഈ വ്യാഴം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്. ഒരു സംശയവുമില്ല. നന്ദി, നമസ്തേ.